14 വർഷം മുൻപ് ലക്ഷങ്ങൾ മുടക്കി കണ്ണൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽ മലയിലുണ്ടാക്കിയ റിസോർട്ട് ഇപ്പോൾ ഒരു ഭാർഗവീ നിലയമാണ്. DTPCക്കാണ് നിലവിലെ മേൽനോട്ട ചുമതല. എന്നാൽ 5 വർഷമായി DTPC ഉദ്യോഗസ്ഥർ ഈ റിസോർട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാട് മൂടി സർവ്വത നശിപ്പിച്ച് സ്വകാര്യ റിസോർട്ടുകൾക്ക് ആളെ കൂട്ടുകയാണ് DTPC. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ പൈതൽ മലയിലുള്ള റിസോർട്ടാണ്. വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയാണ്. ഒരു പരിഹാരവുമില്ല. അകത്തേക്ക് കടക്കുമ്പോൾ ഒരു വനത്തിനകത്ത് കടക്കുന്ന പ്രതീതിയാണ്. കാട് പിടിച്ച് കിടക്കുകയാണ് അനാസ്ഥയുടെ പൈതൽ മലയിലുള്ള റിസോർട്ട്. മുപ്പതിലധികം സ്വകാര്യ റിസോർട്ടുകളാണ് പൈതൽ മലയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം കാണാനാവുക. പുതിയ ചില റിസോർട്ടുകളുടെ പണി നടക്കുകയും ചെയ്യുന്നു. എല്ലാം ലാഭകരം. സീസണിൽ റൂമുകൾ കിട്ടാത്ത സ്ഥിതിയും ഉണ്ടാവാറുണ്ട്. അവിടെയാണ് അനാസ്ഥയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇടവും വലവും കാണുന്നത് റിസോർട്ടുകളുടെ പരസ്യമാണ്. ഇത്രയധികം സ്വകാര്യ റിസോർട്ടുകളാണ് പൈതൽ മലയുടെ വിവിധ മേഖലകളിലായി ഉള്ളത്. ഇത്രയധികം സ്വകാര്യ റിസോർട്ടുകൾ വലിയ ലാഭകരമായി പ്രവർത്തിക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഒരു റിസോർട്ട് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. താഴ് തുരുമ്പെടുത്ത് കഴിഞ്ഞു. ജനങ്ങളുടെ നികുതി പണമാണ് തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നത്. (2011) അന്നത്തെ ആഭ്യന്തര ടൂറിസം വകുപ്പ് മന്ത്രിയായ കോടിയേരി ബാലകൃഷ്ണൻ ഈ പൈതൽ മല ടൂറിസ്റ്റ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനുശേഷം കോവിഡ് വരെയുള്ള സമയത്ത് ഇത് പേരിനെങ്കിലും പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരു തരത്തിലുമുള്ള പ്രവർത്തനം നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് മെയിൻറ്റെയിൻസ് ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ അനാസ്ഥ. പൈതൽ മലയുടെ ഏറ്റവും മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി കഴിയുന്ന ഒരു റിസോർട്ടാണിത്. മഞ്ഞുകാലത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്ന പൈതൽ മല, മൺസൂൺ കാലത്ത് മൺസൂണിൻ്റെതായ ദൃശ്യഭംഗി, ആ അത്രയും മനോഹരമായ ദൃശ്യഭംഗി പകരുന്ന ഒരു റിസോർട്ടാണ് നശിച്ച് നാറാണക്കല്ല് പിടിച്ച് കിടക്കുന്നത്. റിസോർട്ടിൻ്റെ ഏത് ഭാഗത്തേക്ക് ഇപ്പോൾ നടന്നു പോകണമെങ്കിലും അത് അനായാസകരമായ ഒരു ടാസ്ക് അല്ല, ശ്രമകരമാണ്. എല്ലായിടത്തും കാട് മൂടി നശിച്ചു കിടക്കുകയാണ്. പൊട്ടിക്കിടക്കുന്ന ജനൽച്ചില്ലുകളും കാട് പിടിച്ച് കിടക്കുന്ന കെട്ടിടവും മാത്രമല്ല, ഈ റൂമിനകത്തും അനാസ്ഥയുടെ ഉദാഹരണങ്ങൾ ഒരുപാട് കാണാൻ വേണ്ടി കഴിയും. മാറാല പിടിച്ചിട്ടുള്ള കിടക്കകൾ, അതുപോലെ തന്നെ തകർന്ന് വീണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ എല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയാണ് റിസോർട്ടിനകത്ത് കാണാൻ കഴിയുന്നത്. സ്വിമ്മിംഗ് പൂളും കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ ചെറിയ പാർക്കും സഹിതമുള്ള ഒരു റിസോർട്ടായിരുന്നു. പക്ഷേ നാശത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇവിടെ ഓരോന്നോരോന്നായി കാണാൻ വേണ്ടി കഴിയുന്നത്. പാവപ്പെട്ടവൻ്റെ നികുതിപ്പണം കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളാണ് സംവിധാനത്തിൻ്റെ അപാകത കൊണ്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളോട് സമാധാനം പറയേണ്ട അധികാരികൾക്കെല്ലാം ഈ വിഷയത്തിൽ മൗനവുമാണ്. ഇതേ സമയം തന്നെ തഴച്ചു വളരുന്നത് സ്വകാര്യ റിസോർട്ട് മാഫിയകളാണ്. അവർക്ക് എല്ലാ സഹായവും സഹകരണവും ഇതേ സംവിധാനം തന്നെ ഒരുക്കി കൊടുക്കുന്നുമുണ്ട്. മറുപടി പറയേണ്ടത് ജനങ്ങളാണ്, പ്രതികരിക്കേണ്ടതും ജനങ്ങൾ തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചുറുവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.